ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL അപ്ഡേറ്റ്സിൻ്റെ 15ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ നമുക്ക് പുതിയതായിക്കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് പ്രീതം കോട്ടാലാണ്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ ചെന്നൈയിൻ FC വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ താരത്തെ ചെന്നൈയിൻ FC കൈവിട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ നിലനിർത്തേണ്ടതില്ല എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. കോട്ടാലിന് പുതിയ ഒരു ക്ലബ്ബ് ആവശ്യമായി വരികയാണ്. ഒരുപാട് ക്ലബ്ബുകൾ അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല. സൂപ്പർ ലീഗ് കേരള ക്ലബ്ബായ തിരുവനന്തപുരം കൊമ്പൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കും എന്ന ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒഫീഷ്യലായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ താരം അത് സുമീത് റാത്തിയാണ്. 24 വയസ്സുള്ള ഈ ഇന്ത്യൻ പ്രതിരോധ നിര താരം ഇനി മുതൽ UAE കളിക്കുക. അവിടുത്തെ 3rd ഡിവിഷൻ ക്ലബ്ബായ ഡെസേർട്ട് ഫാൽക്കൺ FC സുമീത് റാത്തിയെ സ്വന്തമാക്കി കഴിഞ്ഞു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച എമർജിംഗ് പ്ലെയർക്കുള്ള ഒരു പുരസ്കാരം സുമീത് റാത്തി നേരത്തെ സ്വന്തമാക്കിയിരുന്നു. മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. മുൻപ് ഒഡീഷ FC ക്യാപ്റ്റൻ ആയിരുന്ന സ്റ്റീവൻ ടൈലറാണ് ഈ UAE ക്ലബിനെ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത്. അവിടേക്കാണ് സുമീത് റാത്തി ഇപ്പോൾ പോയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ താരം അത് ഡെയ്ൻ സജു ആണ്. മലയാളി താരമായ ഇദ്ദേഹം യൂറോപ്പിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ബോസ്നിയ എന്ന രാജ്യത്തിലെ 2nd ഡിവിഷൻ ക്ലബ്ബായ HNK കപ്പീനയാണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. സൂപ്പർ ലീഗ് കേരള ക്ലബ്ബായ കാലിക്കറ്റ് FC വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഡെയ്ൻ സജു. 21 വയസ്സുള്ള ഈ താരം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത്. ISL ക്ലബ്ബുകളിൽ നിന്നും ഇദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ യൂറോപ്പിലേക്ക് പോകാൻ സജു തീരുമാനിക്കുകയായിരുന്നു. ഇനി നാലാമത്തെ താരം അത് ഇമ്മാനുവൽ ഇമാനിഷിംവെ. ഈ വിദേശ താരത്തെ ചെന്നൈയിൻ FC ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഇദ്ദേഹം സൈപ്രസ്, മൊറോക്കോ എന്നിവിടങ്ങളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് വരുന്നത്. റുവാണ്ടൻ ദേശീയ ടീമിന് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ ഇമാനിഷിംവെ കളിച്ചിട്ടുണ്ട്. 31 വയസ്സുള്ള ഒരു കിടിലൻ താരത്തെയാണ് ചെന്നൈയിൻ FC ഇപ്പോൾ സ്വന്തമാക്കിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും ഇത്രയും അപ്ഡേറ്റുകളാണ്, അഥവാ 4 അപ്ഡേറ്റുകളാണ് പുതിയതായിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.